ഹായ്, എല്ലാവർക്കും ട്വിലൈറ്റ് ഡ്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സ്വാതന്ത്ര്യദിന ക്വിസുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോയുടെ അവസാനത്തിൽ ഒരു ചോദ്യം ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതിൻ്റെ ഉത്തരം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത സമരം ഏതാണ്? ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത സമരം ഏതാണ്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. അടുത്ത ചോദ്യം: വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരായിരുന്നു? ഉത്തരം ടി.കെ. മാധവൻ. അടുത്ത ചോദ്യം: വൈക്കം ക്ഷേത്ര റോഡും മറ്റു റോഡുകളും ജാതിമത ഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണം എന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ്? വൈക്കം ക്ഷേത്ര റോഡും മറ്റു റോഡുകളും ജാതിമത ഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണം എന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ്? ഉത്തരം എൻ കുമാരൻ. അടുത്ത ചോദ്യം: വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിന്റെ തീരത്താണ്? വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിന്റെ തീരത്താണ്? ഉത്തരം വേമ്പനാട് കായൽ. അടുത്ത ചോദ്യം: വൈക്കം സത്യാഗ്രഹം നടന്നത് എന്നാണ്? വൈക്കം സത്യാഗ്രഹം നടന്നത് എന്നാണ്? ഉത്തരം 1924 മാർച്ച് 30. അടുത്ത ചോദ്യം: ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തി ആരാണ്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തി ആരാണ്? ഉത്തരം ആചാര്യ വിനോബ ഭാവെ. അടുത്ത ചോദ്യം: വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത് എത്ര നാൾ? വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത് എത്ര നാൾ? ഉത്തരം 603 ദിവസം. അടുത്ത ചോദ്യം: എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആശയവുമായി KPCCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനവും വേണമെന്ന ആശയവുമായി KPCCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? ഉത്തരം ഗുരുവായൂർ സമരം. അടുത്ത ചോദ്യം: മലബാർ കലാപം അടിച്ചമർത്താനായി രൂപീകരിച്ച പ്രത്യേക വിഭാഗം പോലീസ് സേന. മലബാർ കലാപം അടിച്ചമർത്താനായി രൂപീകരിച്ച പ്രത്യേക വിഭാഗം പോലീസ് സേന. ഉത്തരം മലബാർ സ്പെഷ്യൽ പോലീസ്. അടുത്ത ചോദ്യം: തുടർച്ചയായി നടക്കുന്ന മലബാറിലെ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഇംഗ്ലീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ഏതാണ്? തുടർച്ചയായി നടക്കുന്ന മലബാറിലെ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഇംഗ്ലീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഉത്തരം വില്യം ലോഗൻ കമ്മീഷൻ. അവസാന ചോദ്യത്തിലേക്ക് കടക്കാം. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതി ഏതാണ്? മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതി ഏതാണ്? ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിലെ ഉത്തരം ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഏതായിരുന്നു എന്നായിരുന്നു ചോദ്യം. അതിന്റെ ഉത്തരം ഗറില്ല യുദ്ധം എന്നായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഏതാണ്? ഉത്തരം ഗറില്ല യുദ്ധം.